ഞാൻ തന്ന ലിങ്ക് തുറന്നാൽ നിങ്ങൾക്ക് ഈ ഒരു പേജ് കാണാൻ സാധിക്കും. വി സ്റ്റാൻഡ് കമ്മിറ്റഡ് ടു യു എന്നൊരു സ്ലൈഡും വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ലേൺ മോർ എന്നും കാണാം. ആ ലേൺ മോർ ക്ലിക്ക് ചെയ്യാൻ എൻ്റെ അതിൽ സ്റ്റാർട്ട് ഫോർ ഫ്രീ എന്നാണ്. ആ സ്റ്റാർട്ട് ഫോർ ഫ്രീ ക്ലിക്ക് ചെയ്യാം. എന്നിട്ടൊരു പോപ്പപ്പ് വരും. ഈ പോപ്പപ്പിൽ നിങ്ങളെ ബിസിനസ് ടൈപ്പ് സെലക്ട് ചെയ്യാം. ഞാനിപ്പം ഇൻ്റർനെറ്റ് കൺസൾട്ടൻസിയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. പിന്നെ കമ്പനി നെയിമും അടിയിൽ ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഞാൻ എൻ്റെ ഇതിൻ്റെ യൂട്യൂബിൻ്റെ പേരാണ് സെലക്ട് ചെയ്യുന്നത്, റണ്ണിങ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ കണ്ടിന്യൂ അടിച്ചാൽ ആഡിങ് ടു കാർട്ട് എന്ന് പറഞ്ഞിട്ട് കാണും. പക്ഷെ ആ ഒന്ന് കൊണ്ട് പഠിക്കേണ്ട, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇനി നിങ്ങളെ ഡീറ്റെയിൽസ് കൊടുക്കണം. നെയിം, ഇമെയിൽ ഐ ഡി, പാസ്വേഡ്. അങ്ങനെ പാസ്വേഡിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്പർ, സ്പെഷ്യൽ ക്യാരക്ടർ, അപ്പർ കേസ്, ലോവർ കേസ്, ഈ 4 കാര്യങ്ങളും വേണം. പിന്നെ മിനിമം ക്യാരക്ടേഴ്സ് 8. ഇതെല്ലാം വെച്ചിട്ടുള്ളൊരു പാസ്വേഡ് ഇതാക്കാൻ ക്രിയേറ്റ് ചെയ്തിട്ട് കണ്ടിന്യൂ അടിക്കാൻ. ഇവിടെ 2 ടിക്ക് ബോക്സും കാണാം. അത് രണ്ടും ടിക്ക് ചെയ്തിട്ട് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുക. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂ അടിക്കാം. നെക്സ്റ്റ് പേയ്മെന്റ് മെത്തേഡ് സെലക്ട് ചെയ്യാൻ അവർ പറയും. ഇത് ഒരു വേരിഫിക്കേഷന് വേണ്ടി മാത്രമാണ്, പൈസ ഒന്നും പോകില്ല. 2 ഓപ്ഷൻസ് ആണത്, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ പേപാൽ. ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുക, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അവിടെ ഡെബിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസും കൊടുത്താൽ മതി. പേപാൽ നിങ്ങൾക്ക് കൺവീനിയന്റ് എങ്കിൽ പേപാലും കൊടുക്കാം. ഞാൻ എൻ്റെ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുത്ത് ക്രെഡിറ്റ് കാർഡ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും ടൈപ്പ് ചെയ്യേണ്ടി വരും. പേപാൽ ആണെങ്കിൽ പേപാലിൽ തന്നെ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നതുകൊണ്ട് ആവശ്യമില്ല. എന്നിട്ട് കണ്ടിന്യൂ അടിക്കാൻ. കണ്ടിന്യൂ അടിച്ചാൽ നിങ്ങൾ വേറൊരു പേജിലേക്ക് കൊണ്ടുപോകും. അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്തിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടിക്ക് കൊടുത്തിട്ട് സബ്മിറ്റ് പേയ്മെന്റ് ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ $0 കാണിക്കാൻ. കാരണം ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയതുകൊണ്ട്. ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മളെ ബിസിനസ് അക്കൗണ്ട്, യാഹു ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് വെരിഫൈ ചെയ്യണം ഇമെയിൽ വെച്ചിട്ട്. നമുക്ക് നമ്മൾ ഏത് ഇമെയിലാണ് ഉപയോഗിക്കുന്നത്, ഇമെയിലിൽ പോയാൽ ഒരു വെരിഫിക്കേഷൻ മെയിൽ വന്നിട്ടുണ്ടാവും. ഞാനിപ്പോൾ ജിമെയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ജിമെയിൽ തുറന്നാൽ നമുക്ക് കാണാം യാഹുവിൻ്റെ 2 മെയിൽ വന്നിന്. അതിൻ്റെ ഫസ്റ്റ് മെയിലാണ് നമുക്ക് വേണ്ടത്. ആക്ടിവേറ്റ് യുവർ യാഹു സ്മോൾ ബിസിനസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ. അതിൽ ആക്ടിവേറ്റ് മൈ അക്കൗണ്ട് എന്ന് കാണാം. അതിൻ്റെ അടിയിൽ ലിങ്കും കാണാം. ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഏത് ബ്രൗസറിലാണ് ഇത് മൊത്തം ചെയ്യുന്നത് ആ ബ്രൗസറിൽ ന്യൂ ടാബ് വെച്ചിട്ട് തുറക്കാം. അവിടെ ലോഗിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ, നേരത്തെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും വെച്ചിട്ട് ഇവിടെ ലോഗിൻ ചെയ്യാൻ. ഇനി യു ആർ ഓൾമോസ്റ്റ് ഡൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോപ്പപ്പ് കാണാം. അതിൽ സെക്കൻഡറി മെയിൽ, ഫോൺ നമ്പർ, പിന്നെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. അത് കൊടുത്തിട്ട് കണ്ടിന്യൂ അടിക്കാൻ. അപ്പം നമ്മൾ അത് കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഡാഷ്ബോർഡിലെത്തി. ഡാഷ്ബോർഡിൽ നമുക്ക് സൈഡിലത്തെ മെനു എല്ലാം തുറന്നാൽ വേറെ കുറെ ഓപ്ഷൻസ് എല്ലാം കാണാം. അനാലിറ്റിക്സ്, ഓൺലൈൻ, ലോക്കൽ വർക്ക്സ്, ബിസിനസ് പ്ലാൻ, ഫിനാൻസ് ട്രാക്കർ, അങ്ങനെയല്ല. നമുക്ക് ഇപ്പൊ അതൊന്നും വേണ്ട. നമ്മുടെ ഡൊമൈൻ കിട്ടണമെങ്കിൽ, ഫ്രീ ആയിട്ട് ഡൊമൈൻ കിട്ടണമെങ്കിൽ ക്ലെയിം ആൻഡ് വെരിഫൈ യുവർ ഡൊമൈൻ എന്ന് പറഞ്ഞിട്ട് കാണാം ഡാഷ്ബോർഡ് ഹോം പേജിൽ തന്നെ. അതിന്റെ ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യാൻ. അവർ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഡൊമൈന് സെലക്ട് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് കസ്റ്റമായിട്ട് വേറെ പേരാറ്റം വേണമെന്നുണ്ടെങ്കിൽ അതും സെലക്ട് ചെയ്യാം. ഇവിടെ കുറെ ഇഷ്ടം പോലെ ഡൊമൈൻസ് കാണാം. ഓരോ .net, .org, .us, .click, അങ്ങനെ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ സെലക്ട് മോർ അടിച്ചിട്ട്, സെർച്ച് മോർ അടിച്ചിട്ട് നമുക്ക് വേറെ ഇതാക്കാം. നെക്സ്റ്റ് അടിച്ചാൽ രജിസ്റ്റർ യുവർ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഡൊമൈൻ്റെ ഡീറ്റെയിൽസ് ആണ്, ഡൊമൈൻ രജിസ്റ്റർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ആണ് ചോദിക്കാൻ. ഇതിൽ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസ് തന്നെ കൊടുത്താലും മതി. എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൊമൈൻ രജിസ്ട്രേഷന്റെ വെരിഫിക്കേഷൻ ചെയ്യാം. അത് നമ്മൾ മെയിൽ തുറന്നാൽ നമുക്ക് വേറൊരു മെയിലും കൂടി കാണാൻ സാധിക്കും. മെയിൽ ചെക്ക് ചെയ്താൽ വെരിഫിക്കേഷൻ റിക്വയർഡ് എന്ന് പറഞ്ഞൊരു മെയിൽ കാണാം. അതിലത്തെ ലിങ്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കോപ്പി ചെയ്തിട്ട് ബ്രൗസറിൽ പേസ്റ്റ് ചെയ്യാൻ. നമ്മുടെ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യാനുള്ള പേജാണത്. അത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിട്ടാൽ മതി. ലാസ്റ്റ് വെരിഫൈ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഡൊമൈനും വെരിഫൈ ആയി.
ഇതോടെ ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് ഇൻസ്റ്റാൾ ചെയ്യാം. ആ ഡൊമൈനെ കൊണ്ട് എന്താ വേണ്ടത് നിങ്ങൾക്ക് ചെയ്യാം.